ജർമ്മൻ വാഹന നിർമ്മാണ കമ്പനികളുടെ നിലവാരം എന്താണ് എന്ന് വിളിച്ചോതുന്ന ഒരു മോഡലാണ് ഇപ്പോൾ എൻ്റെ മുന്നിൽ കിടക്കുന്ന ഈ ഫോക്സ് വാഗൻ്റെ ടൈഗൂൺ എന്ന മോഡൽ. അപ്പോൾ ഫോക്സ് വാഗൻ്റെ ഈ ടൈഗൂൺ എന്ന മോഡൽ നമ്മൾ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ടെങ്കിലും ഈ കാണുന്നത് GT ലൈൻ എന്ന മോഡലാണ്. ഇതിൽ കറുപ്പിൻ്റെ കുറേ സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, ഇൻറ്റീരിയറിലായാലും എക്സ്റ്റീരിയറിലായാലും. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല മനോഹരമായി ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മുൻവശം എന്ന് വേണം പറയാനായിട്ട്. നമ്മൾ ഇതിനു മുന്നേ കണ്ടിട്ടുള്ള ടൈഗൂണിൻ്റെ മോഡലിൽ ഫ്രണ്ടിൽ കണ്ടിരുന്ന ക്രോമിയത്തിൻ്റെ എലമെൻസൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഇവിടെ ബ്ലാക്ക് ഫിനിഷോട് കൂടിയിട്ടുള്ള എലമെൻസൊക്കെ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് തന്നെ നല്ലൊരു മനോഹരമായിട്ടുണ്ട്. പിന്നെ ഇവിടെ ഈ ബോണറ്റ് കുറച്ച് ബൾജി ആയിട്ടാണ് നിൽക്കുന്നത്. അതിൻ്റെ പേരിൽ തന്നെ നല്ലൊരു ക്യാരക്ടറിലെയും നമുക്കവിടെ കാണാൻ സാധിക്കുന്നതാണ്. എങ്ങനെ നോക്കിയാലും നല്ല വൃത്തിയുള്ള ഒരു മുൻവശം. പിന്നെ നമ്മൾ ലൈറ്റിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് DRLോട് കൂട്ടുള്ള LED സ്ട്രിപ്പോട് കൂട്ടുള്ള ഒരു ഹെഡ്ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിലൊക്കെ ബ്ലാക്ക് ആൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല എയറോഡൈനമിക് ആയിട്ടുള്ള ഒരു ബമ്പറും പിന്നെ ഇവിടെ ബ്ലാക്ക് ഫിനിഷിങ്ങിൽ ഇവിടെ ഗ്രില്ല് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ നമുക്കൊരു ഫോക്സ് വാഗൻ്റെ ഒരു എംബ്ലം കൊടുത്തിട്ടുണ്ട്. ഭാഗ്യത്തിന് അത് ബ്ലാക്ക് കളർ അടിച്ചിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് മുൻവശം. പിന്നെ നമ്മൾ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഇതിനുള്ളിലൊക്കെ ഹെഡ്ലൈറ്റിനുള്ളിലൊക്കെ ബ്ലാക്ക് ആൻഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ഫോഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വശങ്ങളിലും പിന്നെയും ഒരു ബ്ലാക്കിൻ്റെ ഒരു ബ്ലാക്ക് ഫിനിഷിങ്ങും പിന്നെ അവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഗ്രില്ലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ കൂടെ റേഡിയേറ്റർ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ സ്കിഡ് പ്ലേറ്റ് വരെ ബ്ലാക്കാണ് കൊടുത്തിരിക്കുന്നത്. എങ്ങനെ തിരിഞ്ഞു മറിഞ്ഞ് നോക്കിയാലും മുൻവശം നല്ല സ്പോർട്ടി ലുക്ക് തോന്നിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഇതിനെ പുതിയ വേരിയൻറ്റിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഇതിനെ ഫോക്സ് വാഗൻ നിർമ്മിച്ച് വെച്ചിരിക്കുന്നത്. വശങ്ങളിലേക്ക് വരുമ്പോൾ ഇവിടെ പിയാനോ ബ്ലാക്ക് ഫിനിഷിങ്ങിൽ ഒരു മിററും അതിൽ 10 ഇൻഡിക്കേറ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. അതിന് തൊട്ട് താഴെയായിട്ട് ഡോറിൻ്റെ സൈഡിൽ GT ലൈൻ എന്ന ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതും ഒരു ബ്ലാക്കിലാണ് അതിനെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഗ്രാബ് റെയിൽ കാണാൻ സാധിക്കും. നല്ല ഫങ്ഷനിങ് ആണ്. നല്ല വെയിറ്റൊക്കെ വെച്ച് കെട്ടിയാലും അത് ഒരു കുഴപ്പം സംഭവിക്കാത്ത റെയിൽ. പിന്നെ ഇവിടെ ഒരു ഷാർപ്പിൻ ആൻറ്റിനിയും കൊടുത്തിട്ടുള്ളത് നമുക്ക് കാണാൻ. ഈ വൈറ്റ് കളർ വണ്ടിയിൽ ബ്ലാക്ക് നല്ല ഭംഗിയാണ്. ഇവിടെയും ബ്ലാക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഇങ്ങനെ നീണ്ടു പോകുന്ന ഈ പില്ലറിലും ബ്ലാക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഹാൻഡിൽസ് വണ്ടിയുടെ ബോഡിയുടെ മസിലിൻ്റെ തള്ളിച്ചോട് കൂടി തന്നെ ഫിറ്റ് ചെയ്ത് ചെയ്യുന്ന ഹാൻഡിൽസ് നല്ല ഭംഗിയോട് കൂടി അങ്ങനെ വെച്ചിട്ടുണ്ട്. എന്തു വന്നാലും നല്ല വൃത്തിയുള്ള ഒരു ഡിസൈനാണ് ഈ ടൈഗൂണിൻ്റെ ഡിസൈൻ എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവും ഇല്ല. ഇവിടെ നമുക്ക് ബ്ലാക്ക് ഫിനിഷിങ്ങിൽ ഒരു ക്ലാഡിങ് ബോഡിയോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ ആരും ബുദ്ധിമുട്ടിക്കാതെ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ടയറിലേക്ക് വരുമ്പോൾ 17 ഇഞ്ചിൻ്റെ ടയേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അലോയ് വീൽസിലാണ് കൊടുത്തിരിക്കുന്നത്. നല്ല സ്പോർട്ടി ലുക്ക് തോന്നിക്കുന്ന അലോയ് വീലാണ്. ഇവിടെ എല്ലെങ്കിൽ നട്ട് ബോൾട്ടിൻ്റെ ഒരു ബോൾട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതെന്തായാലും നന്നായിട്ടുണ്ട്. പിന്നെ ഒരു ഫോക്സ് വാഗൻ്റെ എംബ്ലവും കൊടുത്തിട്ടുണ്ട്. നല്ല സ്പോർട്ടി ലുക്ക് തോന്നിക്കുന്ന ഒരു പെയിൻറ്റിങ്ങും അതിനോട് തന്നെ കിടപിടിക്കാവുന്ന രീതിയിലുള്ള ടയറും പിന്നെ അങ്ങനെ തന്നെ ഭംഗിയുള്ള ഒരു അലോയ് വീൽസ് തന്നെയാണ് ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുക. നമുക്ക് ഈ വണ്ടിയിൽ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കും റിയറിലേക്ക് വരുമ്പോൾ ഡ്രം ബ്രേക്കുമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ വശങ്ങളിൽ ക്ലാഡിങ്ങൊക്കെ നല്ല മനോഹരമായിട്ടുണ്ട്. ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് 188 മില്ലിമീറ്ററാണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. സാമാന്യം നല്ല തരക്കേടില്ലാത്തൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെയാണെന്ന് പറയാനായിട്ട് കുഴപ്പമൊന്നുമില്ല. നമ്മളങ്ങനെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഇവിടെയും GT ലൈൻ എന്നൊരു ബാഡ്ജിങ് ഒരു കറുപ്പോട് കൂടി തന്നെ കൊടുത്തിട്ടുണ്ട്. കറുപ്പിന് വേറെ പ്രാധാന്യം തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ടുണ്ട്. പിന്നെ ഈ വൈറ്റ് കളറിൽ കറുപ്പ് മിററൊക്കെ അങ്ങനെ കൊടുക്കുമ്പോൾ എന്തുകൊണ്ടും നല്ല ഭംഗി തന്നെയാണ്. എന്തായാലും നല്ല മനോഹരമായ ഒരു ഡിസൈനാണ് ഇപ്പോൾ ഈ കറുപ്പിൽ കുളിച്ച് നിൽക്കുന്ന ടൈഗൂൺ GT ലൈൻ എന്ന ഡിസൈൻ. പുറകിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ ഒരു സ്പോയിലറും പിന്നെ ഒരു ബ്രേക്ക് ലൈറ്റും നമുക്കതിൽ കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ ഗ്ലാസ്സിൽ ഡിഫോഗേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതെന്തായാലും നന്നായിട്ടുണ്ട്. പിന്നെ ഒരു വൈപ്പറും നമുക്കിവിടെ കിട്ടുന്നതാണ്. ബാക്കിൽ നല്ല സ്പോർട്ടി ആയിട്ടുള്ള ലുക്ക് തന്നെയാണ് ബാക്കിലും കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് LED സ്ട്രിപ്പോട് കൂടിയിട്ടുള്ള എലമെൻറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു എംബ്ലം, കമ്പനിയുടെ എംബ്ലം കാണാൻ സാധിക്കും. ഇവിടെ പിയാനോ ബ്ലാക്ക് ഫിനിഷിങ്ങിനോട് കൂടിയിട്ടുള്ള
ഒരു സ്ട്രിപ്പും ഇങ്ങനെ അപ്പുറത്തിപ്പുറം വരെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വശങ്ങൾക്ക് ചേർന്ന് നിൽക്കുന്ന ടൈൽ ഗേറ്റാണ് ഇതിന് കൊടുത്തിട്ടുള്ളതെന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തുകൊണ്ടും നന്നായിട്ടുണ്ട് ഇതിൻ്റെ ഡിസൈൻ, ബാക്കിലെ ഡിസൈൻ എന്ന് പറയുന്നത്. പിന്നെ നമുക്കിവിടെ റിവേഴ്സ് ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് GT ലൈൻ എന്ന ഒരു ബാഡ്ജിങ് വീണ്ടും കാണാൻ സാധിക്കും. അതിലും ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട്. ടൈഗൂൺ എന്ന ബാഡ്ജിങ്, TSI എഞ്ചിൻ്റെ ബാഡ്ജിങ്ങും. പിന്നെ നമുക്കിവിടെ ബ്ലാക്ക് ബമ്പർ പാർക്കിംഗ് സെൻസേഴ്സോട് കൂടി കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് റിഫ്ലക്റ്റേഴ്സ് ഉണ്ട്. പിന്നെ ബ്ലാക്ക് ഫിനിഷിങ്ങിൽ അതിൽ ഒരു എലമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. നമ്മൾ ഈ ഡ്രൈവർ സൈഡ് ഡോറിലേക്ക് വരുമ്പോൾ ഇവിടെ പിയാനോ ബ്ലാക്ക് ഫിനിഷിങ്ങിൻ്റെ ഒരു എലമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ലിവർ സിൽവർ കളർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ലോക്ക് അൺലോക്ക് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. ലെതററ്റ് പാഡ്സാണിത്. ഇത് നമുക്ക് സ്പീക്കറാണ്. ഇവിടെ ബോട്ടിൽ ഹോൾഡേഴ്സ്, പേപ്പർ ബോളൊക്കെ വെച്ചിട്ടുണ്ട്. മിററിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് സ്വിച്ച്, പവർ ബട്ടൺ, പവർ ലോക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ സ്റ്റിച്ചിങ് നന്നായിട്ടുണ്ട്. വൈറ്റ് ലൈൻ നല്ല നൂല് ഇങ്ങനെ പോകുന്ന നല്ല ഭംഗിയുണ്ട്. എന്തുകൊണ്ടും 90 ഡിഗ്രി തുറന്നു വയ്ക്കാൻ പറ്റുന്ന ഒരു ഡോർ തന്നെയാണ് ഇത്. അപ്പോൾ നമുക്കിനി സീറ്റിലേക്ക് വരുമ്പോൾ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വലിയൊരു ലിവർ കൊടുത്തിട്ടുള്ളത് നല്ലൊരു സൗകര്യമായിട്ടുണ്ട്. നല്ല തൈ സപ്പോർട്ട് കൊടുത്തുള്ള സീറ്റ് തന്നെയാണ്. ലെതററ്റ് ഫാബ്രിക്കേറ്റ് സീറ്റാണിത്. വശങ്ങളിലേക്ക് തള്ളി നിൽക്കുന്ന ഇതിൻ്റെ ഈ ഫാബ്രിക്കൊക്കെ നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ നമ്മളൊന്ന് പൊതിഞ്ഞ് ഇരിക്കുന്ന ഒരു ഫീല് നമുക്ക് കിട്ടുന്നതാണ്. എന്തായാലും നല്ല ഒരു സൗകര്യപ്രദമായിട്ടുണ്ട്. നല്ല തൈ സപ്പോർട്ടോട് കൂടിയിട്ടുള്ള ഒരു സീറ്റ് തന്നെയാണ് ഇതിൻ്റെ സീറ്റ്. നന്നായിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കിയിട്ടിട്ട് സൗകര്യാർത്ഥം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു സീറ്റ് തന്നെ വേണമെന്ന് പറയാൻ. ഡോർ അടച്ചും കൊണ്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ വോളിയം ബട്ടൺസ് പോലുള്ള കാര്യങ്ങളൊക്കെയുള്ള ഒരു സ്റ്റിച്ചിങ്ങോട് കൂടിയിട്ടുള്ള 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ, കമ്പനിയുടെ എംബ്ലം കൊടുത്തിട്ടുണ്ട്. വോളിയം ബട്ടൺസ് കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ നമുക്ക് മീറ്ററിൽ നമുക്കിവിടെ സ്വിച്ചിലേക്ക് വരുമ്പോൾ ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ചസ് നല്ല നിലവാരത്തോട് കൂടി കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് മറ്റേ വൈപ്പറിൻ്റെ സ്വിച്ചസൊക്കെ നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കിലാണ് അതെല്ലാം കൊടുത്തിട്ടുള്ളത്. മീറ്ററിലേക്ക് വരുമ്പോൾ എനിക്കിതിൻ്റെ മീറ്റർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം വലിയ മീറ്ററാണ്. വലിയ മീറ്റർ മാത്രമല്ല നല്ല വൃത്തിയുള്ള ഒരു മീറ്റർ. ബാറ്ററിലോ കാണിക്കുന്നുണ്ട്. നമുക്ക് വീഡിയോ എടുത്തതിന് ശേഷം ചാർജിങ്ങിൽ ഇടാം, വണ്ടി സ്റ്റാർട്ട് ചെയ്തിടാം. ഇവിടെയൊക്കെ AC വെൻസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ചുറ്റുമൊക്കെ ബ്ലാക്കിൻ്റെ ഒരു തീം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ ഫുള്ള് ബ്ലാക്കും റെഡിൻ്റെയും കുറേ എലമെൻറ്റ്സ് കാണുന്ന ഒരു ഇൻറ്റീരിയർ എന്ന് പറയാനായിട്ട്. നമുക്കൊരു ഗ്ലോ ബോക്സ് കൂടെ കൊടുത്തിട്ടുണ്ട്. അതിൽ വെൻറ്റിലേഷൻ ബട്ടൺസ് അതിനകത്തുണ്ട്. പിന്നെ എന്താ പറയുക, നല്ല വൃത്തിയുള്ള ഒരു ഇൻറ്റീരിയർ. നല്ല ബ്ലാക്കും പിന്നെ ഈ റെഡൊക്കെ ഇൻസെർട്ട് ചെയ്ത് കൊടുത്തുകൊണ്ടൊക്കെ നല്ല മനോഹരമായിട്ടുണ്ട് എന്നാണ് പറയാനായിട്ട്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ പോലുള്ള സംവിധാനങ്ങളൊക്കെ ഇൻഫോർട്ടൈൻ സിസ്റ്റത്തിലുണ്ട്. പിന്നെ കൂടെ ഓട്ടോമാറ്റിക് AC ക്ലൈമറ്റ് കൺട്രോളിൻ്റെ സ്വിച്ചസ്, അതൊക്കെ ഞാൻ കൈ അടുത്ത് കൂടെ കൊണ്ടുപോകുമ്പോൾ തന്നെ അതൊക്കെ വർക്കിംഗ് ആണ്. അപ്പോൾ അത്ര നല്ല ഫാസ്റ്റായിട്ട് അതൊക്കെ ക്യാച്ച് ചെയ്യുന്നുണ്ട്. അതിൻ്റെ സ്വിച്ചസൊക്കെ നല്ല നിലവാരമുള്ള സ്വിച്ചസാണ്. അതിൻ്റെ ചുറ്റുമുള്ള ബ്ലാക്കിൻ്റെ ഈ ഫിനിഷിങ്ങൊക്കെ നല്ല മനോഹരമായിട്ട്. ഇവിടെ ചാർജിങ് സോക്കറ്റ് 2 കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഫോണൊക്കെ സൂക്ഷിച്ച് വയ്ക്കാം. പിന്നെ 6 ഗിയർ ട്രാൻസ്മിഷൻ്റെ ലിവറാണ് ഇത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിവിടെ ഹാൻഡ് ബ്രേക്കിൻ്റെ അറ്റത്ത് ചെറിയൊരു ബ്ലാക്ക് ഫിനിഷിങ്ങും അവിടെയും കൊടുത്തിട്ടുണ്ട്. 2 കപ്പ് ഹോൾഡേഴ്സ്, ചില്ലറ പൈസ ഇട്ട് വയ്ക്കാനുള്ള സംവിധാനങ്ങൾ എന്നിവയാണ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ മനോഹരമായിട്ട് കൈയൊക്കെ വെച്ച് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിലൊരു വൈറ്റ് സ്റ്റിച്ചിങ് പോകുന്നത് നന്നായിട്ടുണ്ട്. പിന്നെ എൻ്റെ കൈയിൻ്റെ പകുതിയോളം കയറാൻ പറ്റുന്ന ഒരു ഗ്ലോ ബോക്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കൈയൊക്കെ വെച്ചിട്ട് സുഖമായിട്ട് പാട്ടൊക്കെ ഇട്ട് വണ്ടി ഓടിച്ച് നമുക്ക് പോകാൻ നല്ല സൗകര്യമാണ്. പിന്നെ ഇതിൻ്റെ സ്റ്റിയറിങ് ഇലക്ട്രോണിക് സ്റ്റിയറിംഗ് ആണ്. ഇവിടെ നമുക്ക് ലൈറ്റ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ സ്വിച്ചും ബ്ലാക്കിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ നല്ല സ്പോട്ട് ലൈറ്റാണ്. കയ്യിലേക്ക് കാണിക്കുമ്പോൾ പ്രകാശം കയ്യിൽ നിൽക്കുന്ന തരത്തിലുള്ള ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. നല്ല മനോഹരമായൊരു ഇൻറ്റീരിയർ അല്ലേ. എന്ത് വേണം, അത്ര അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നമുക്കിതിൽ ആംബിയൻസ് ലൈറ്റ് വരുന്നുണ്ട്. ഈ കാണുന്ന റെഡ് അത് ആംബിയൻ ലൈറ്റാണ്. രാത്രി ആകുമ്പോൾ കുറച്ചും കൂടെ സൗകര്യത്തിൽ നമുക്ക് നല്ല മനോഹരമായ ലൈറ്റിങ്ങിൽ നമുക്കത് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്കിനി പുറകിലത്തെ ഡോറിലേക്ക് പോയാലോ. പുറകിലത്തെ ഡോറിലേക്ക് വരുമ്പോൾ ഒരു ബ്ലാക്ക് തീമിലുള്ളൊരു ഡോറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്കൊരു സ്പീക്കർ കിട്ടും. പിന്നെ ബോട്ടിൽ ഹോൾഡേഴ്സ്, പേപ്പറിലൊക്കെ വയ്ക്കാവുന്ന ഒരു സംവിധാനം അതെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല വൃത്തിയുള്ള ഒരു ഹാൻഡിൽ,
പവർ ബട്ടൺസ് ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിനി അകത്ത സീറ്റിലേക്ക് വരുമ്പോൾ അകത്ത് നമുക്ക് നല്ല വിശാലമായ സൗകര്യമുണ്ട്. ഈ ഫാമിലികളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടാൻ, ഈ ഫോക്സ്വാഗൻ ഇഷ്ടപ്പെടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോക്സ്വാഗൻ്റെ എല്ലാ വണ്ടിയിലും നമുക്ക് ബാക്ക് സീറ്റിൽ നല്ലോണം സൗകര്യം ഉണ്ടായിരിക്കും. പിന്നെ സെൻറ്റർ ടണലൊക്കെ ചെറുതായതിൻ്റെ പേരിൽ 3 പേർക്ക് നല്ല 4 പേർക്ക് സുഖമായിട്ട് ഇതിൽ നമുക്ക് യാത്ര ചെയ്ത് പോവാം. ഇവിടെ AC വെൻസ് കൊടുത്തിട്ടുണ്ട്, ചാർജിങ് സോക്കറ്റ് 2 എണ്ണം കൊടുത്തിട്ടുള്ളത് നല്ല നന്നായിട്ടുണ്ട് എന്തായാലും. പിന്നെ നമുക്ക് സീലിങ്ങിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ ഈ ലൈറ്റിൻ്റെ ചുറ്റും ബ്ലാക്ക് ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട്. ഈ ലൈറ്റ് എന്ന് പറയുന്നത് സ്പോട്ട് ലൈറ്റാണ്, പരന്ന പ്രകാശമല്ല. ഞാൻ കൈ കാണിക്കുമ്പോൾ എൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ അടിക്കുന്നുണ്ട്, എന്തായാലും നന്നായിട്ടുണ്ട്. പിന്നെ ഈ സീലിംഗ് മുഴുവനും ബ്ലാക്കിൽ തന്നെയാണ് ഇതിനെ കുളിപ്പിച്ച് നിർത്തിക്കണത്. സീലിംഗ് ഇത്രയും നല്ല ബ്ലാക്കിൽ നിൽക്കുന്ന വേറെ വണ്ടി ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കണം. എന്തുകൊണ്ടും നല്ല വൃത്തിയായിട്ടുള്ള ഒരു ഇൻറ്റീരിയർ, ബ്ലാക്കിൽ കുളിച്ച് നിൽക്കുന്ന ഒരു ടൈഗോൺ. പിന്നെ ഇവിടെ നമുക്ക് 2 പേരാണ് സഞ്ചരിക്കണമെങ്കിൽ നമുക്കിവിടെ ഹാൻഡ് റെസ്റ്റ് വിത്ത് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുള്ളത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ശരിക്കും ഈ 4 പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാം. നടുക്കൊരു ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഹെഡ് റെസ്റ്റുകളാണ്. അതെന്തായാലും നന്നായിട്ടുണ്ട്. ബ്ലാക്ക് തീം തന്നെയാണ് ബാക്കിലും കൊടുത്തിട്ടുള്ളത്. നമുക്കിനി പുറകിലേക്ക് വരുമ്പോൾ ഇവിടെ 2 ലൈറ്റ് ഉണ്ട്, നമ്പർ പ്ലേറ്റിൻ്റെ അടുത്ത ലൈറ്റാണ്. പിന്നെ ഒരു ക്യാമറ കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു ബട്ടൺ ഉണ്ട്, ഞെക്കി കഴിഞ്ഞാൽ അത് തന്നെ അങ്ങോട്ട് മേലേക്ക് പൊക്കോളും. അപ്പോൾ നമുക്ക് ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത് 385 ലിറ്ററാണ് ബൂട്ട് സ്പേസ്. അപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റെപ്പിനി പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അവിടെ നമുക്ക് ജാക്കി, വീൽ സ്പാൻഡർ അതൊക്കെ നമുക്കവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഒരു ഫാമിലിക്കൊക്കെ സുഖമായിട്ട് യാത്ര ചെയ്യാൻ സാധനങ്ങളൊക്കെ കയറ്റാനുള്ള സ്പേസ് ഉണ്ട്. ഇവിടെ 2 ഹുക്ക് കൊടുത്തിട്ടുണ്ട്, ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് എയ്ഡ് കിറ്റിരിക്കുന്ന കാണാം. ഇപ്പുറത്തും ഹുക്കുകൾ, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും ഹുക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. സാധനങ്ങളൊക്കെ കവറിലൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് ഇങ്ങനെ തെറിച്ച് വഹിക്കാൻ വേണ്ടി അത് കൊടുത്തിരിക്കുന്നത്. നല്ലോണം സ്പേസ് ഉണ്ട് നമുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടയ്ക്കാം. അടച്ചിട്ട് അപ്പുറത്തെ ഡോറിൽ എന്താണ് കൊടുത്ത് കിടന്ന് നോക്കാം. ഇപ്പുറത്തെ ഡോറിൽ നമ്മൾ അപ്പുറത്തെ കണ്ട പോലുള്ള കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വൈറ്റ് സ്റ്റിച്ചിങ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നല്ല ഭംഗിയായിട്ടുണ്ട്. അത് റെഡായിരുന്നു ഞാൻ കുറച്ചും കൂടി ഒരു സ്പോട്ട് ലുക്ക് തോന്നിച്ചേനെ, എൻ്റെ ഒരു സ്വന്തം അഭിപ്രായമാണ് കേട്ടോ. പിന്നെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ കണ്ടില്ലേ, നല്ല ബ്ലാക്കിൽ അങ്ങനെ കുളിച്ച് നിൽക്കുകയാണ്. സീലിങ്ങും എല്ലാവരും കുളിച്ച് നിൽക്കുകയാണ്. നമുക്കിനി ഫ്രണ്ട് ഡോറിൽ എന്താണ് ഉള്ളതെന്ന് നോക്കാം. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ഡോറിൽ നമുക്കിവിടെ ഒരു പവർ ബട്ടൺ കാണാം, ഹാൻഡിൽ കാണാം, പിന്നെ ബ്ലാക്ക് ഫിനിഷിങ്ങിൻ്റെ എലമെൻറ്റ് കാണാം, പിന്നെ ബോട്ടിൽ ഹോൾഡർ, പേപ്പേഴ്സ് വയ്ക്കാൻ സംവിധാനം, ഒരു സ്പീക്കർ എന്ന് വേണ്ടതെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. നമുക്കിനി ഇവിടെ ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറി വയ്ക്കാമല്ലോ. ഉള്ളിൽ നമുക്കിവിടെ നല്ല ഒരു ഗ്രാഫിക്സോട് കൂടിയിട്ടുള്ള ഒരു ഡിസൈൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡോർ അടയ്ക്കാം. ഇവിടെ കണ്ടില്ലേ ഒരു ഗ്രാഫിക്സ് കൊടുത്തിരിക്കുന്നത് നല്ല മനോഹരമായിട്ടുണ്ട്. ആ ബ്ലാക്കിൻ്റെ ഇടയിൽ ഒരു സിൽവറിൻ്റെ ഒരു ഗ്രാഫിക്സ് നല്ല മനോഹരമായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഫ്രണ്ടിൽ നല്ല സൗകര്യം ഉണ്ട് കേട്ടോ, കാലൊക്കെ വയ്ക്കാനായിട്ട് സൗകര്യമുണ്ട്. ഇവിടെ ട്യൂട്ടർ 2 സൈഡിൽ പില്ലറിൽ കൊടുത്തിരിക്കുന്നത് നന്നായിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ തന്നെ മനോഹരമായ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും ഉള്ളിലെ ബ്ലാക്കിൽ ഉള്ള ഇൻറ്റീരിയറും സീലിങ്ങും എല്ലാവരും നല്ല എടുത്തു പറയേണ്ട ഒരു ഡിസൈൻ മികവ് തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ എൻജിൻ റൂം. 1 ലിറ്ററിൻ്റെ TSI എൻജിൻ 999 cc എൻജിൻ സിസ്റ്റമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 5000 തൊട്ട് 5500 RPM 113.42 bhp ആണ് മാക്സിമം പവർ. 1750 തൊട്ട് 4500 RPM 178 Nm ടോർക്ക് നമുക്ക് ഇതിൽ അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഇതൊരു 4 സിലിണ്ടർ എൻജിനാണ്. ബാക്കി വിശേഷങ്ങൾ നമുക്ക് ഓടിച്ചുകൊണ്ട് പറയാം. ലോകത്തിലെ തന്നെ ഏറ്റവും നിലവാരം കൂടിയ അല്ലെങ്കിൽ ഏറ്റവും നല്ല എൻജിനാണ് ഈ ഫോക്സ്വാഗൺ ടൈഗോൺ അകത്തിരിക്കുന്ന എൻജിൻ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് എത്ര കിലോമീറ്റർ ഓടിച്ചാലും നമുക്ക് യാതൊരുവിധ മടുപ്പും തോന്നാത്ത ഒരു എൻജിൻ സിസ്റ്റമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ പവർ വെച്ചാൽ നമുക്ക് ഒരു പാട്ടൊക്കെ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട്, അതായത് വളരെ സിമ്പിളായിട്ട് നല്ല കരുത്തുള്ള ഒരു വണ്ടി കൊണ്ട് നമുക്ക് പോകാൻ സാധിക്കും. നമുക്ക് ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്കും ഈ വണ്ടി ഇഷ്ടപ്പെടും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. നമ്മൾ ഈ വണ്ടി ഓടിച്ചതിന് ശേഷം വേറെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ
വീണ്ടും നമ്മൾ ഈ വണ്ടിയിലേക്ക് തന്നെ വരുന്ന ഒരു കാഴ്ചയാണ് പല ആൾക്കാരും നമ്മൾ കണ്ടിട്ടുള്ളത്. എൻ്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. എനിക്ക് ഏത് വണ്ടി ഓടിച്ചാലും ഈ ഫോക്സ്വാഗൻ്റെ ഏത് വണ്ടിയും വളരെ ഇഷ്ടമുള്ള വണ്ടിയാണ്. നമ്മൾ ഇതിനു മുന്നേ കണ്ട പോളോ ഒക്കെ അതിന് വലിയ ഉദാഹരണമാണ്. ആ പോളോ ഒക്കെ ഇറങ്ങിയ സമയത്ത് അല്ലെങ്കിൽ അതും കൊണ്ട് നടന്നിരുന്ന സമയത്ത് നമ്മൾ ഒരു ഫോക്സ്വാഗനിൽ നിന്നും ഒരു SUV പ്രതീക്ഷിച്ചിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ടൈഗൺ എന്ന മോഡലിനെ ഫോക്സ്വാഗൻ ഇറക്കുന്നത്. ഈ ടൈഗൺ എന്ന മോഡൽ വൻ വിജയം തന്നെയാണ്. ഏത് തരത്തിലുള്ള പ്രായക്കാരും ഉപയോഗിക്കുന്ന ഒരു വണ്ടിയാണ് ടൈഗൺ. അതുകൊണ്ട് തന്നെ ഫാമിലികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടൊരു വണ്ടിയാണ്. കാരണം ഫാമിലിക്ക് ഇഷ്ടപ്പെടാൻ കാരണം ഇതിൻ്റെ ബാക്ക് സീറ്റ്, അത് ബാക്ക് സീറ്റിൻ്റെ സ്പേസ് എന്ന് പറയുന്നത് നല്ല സൗകര്യാർത്ഥമുള്ള സ്പേസ് തന്നെയാണ്. കാരണം 3 പേരാണ് ബാക്ക് സീറ്റിൽ കമ്പനി സഞ്ചരിക്കാൻ പാടും. പക്ഷേ 4 പേർക്കോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ 5 പേർക്കോ സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സീറ്റിംഗ് പൊസിഷനാണ് ബാക്ക് സീറ്റിലെ പൊസിഷൻ. എന്തുകൊണ്ടും നല്ല ഒരു കമാൻഡിങ് പൊസിഷനിൽ ഇരുന്നിട്ടാണ് നമ്മൾ ഈ വണ്ടി ഓടിക്കുന്നത്. നല്ല ഹൈറ്റിലാണ് നമ്മൾ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു കോൺഫിഡൻസ് നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ സേഫ്റ്റിയുടെ കാര്യത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഗ്ലോബൽ എൻക്യാപ്പിൽ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ വണ്ടിയാണിത്. പിന്നെ ഗ്ലോബൽ എൻക്യാപ്പിൽ തന്നെ ചൈൽഡ് സേഫ്റ്റിക്കും 5 സ്റ്റാർ റേറ്റിംഗും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഈ വണ്ടി റിവ്യൂ ചെയ്യാൻ തന്നിരിക്കുന്നത് തൃശ്ശൂർ മണ്ണുത്തിലുള്ള ഫിനിക്സ് ഫോക്സ്വാഗൻ്റെ ഷോറൂമിലത്തെ ചേട്ടനാണ് നമുക്ക് വണ്ടി റിവ്യൂ ചെയ്യാൻ തന്നിരിക്കുന്നത്. നമുക്കിതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് 188 മില്ലിമീറ്ററാണ്. പിന്നെ ടോട്ടൽ ലെങ്ത്ത് വരുന്നത് 4220 മില്ലിമീറ്ററാണ് ടോട്ടൽ ലെങ്ത്ത് വരുന്നത്. വിത്തിലേക്ക് വരുമ്പോൾ 1760 മില്ലിമീറ്ററാണ് വിത്ത്. ഹൈറ്റ് നമുക്ക് ഗ്രാബറയിൽ വരെ വരുന്നത് 1612 മില്ലിമീറ്ററാണ് ഹൈറ്റ് എന്ന് വരുന്നത്. എന്ത് രസമാണെന്ന് അറിയാം ഇതിങ്ങനെ ഇരുന്ന് ഓടിക്കാനായിട്ട്. നമുക്ക് ഒട്ടും അത്ര മടുപ്പ് തോന്നാത്ത ഒരു എൻജിൻ സിസ്റ്റം, അതുപോലെ തന്നെ സീറ്റിംഗ് പൊസിഷൻ ആണ് ഇതിൽ കൊടുത്തത്. പിന്നെ ഇതിന് ബ്രേക്കിൻ്റെ കാര്യം ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. കാരണം അസാധ്യമായ ഒരു ബ്രേക്കിംഗ് ഫംഗ്ഷനാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതിൽ ഫ്രണ്ട് ഡിസ്കും ബാക്കിൽ ഡ്രമ്മാണ് കൊടുത്തിട്ടുള്ളത്. ബാക്കിലും കൂടെ ഡിസ്ക് ബ്രേക്ക് കൊടുക്കാമായിരുന്നു എന്നെനിക്കൊരു അഭിപ്രായമുണ്ട്. കുഴപ്പമില്ല, ഇനി വരും മോഡലിലൊക്കെ ചിലപ്പോൾ അത് സംഭവിക്കാം എന്ന് വിചാരിക്കുന്നു. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിന് മുന്നേ കണ്ടിരുന്ന ടൈഗോൺ ഈ ടൈഗോൺ തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻറ്റീരിയറിൽ വന്നിരിക്കുന്ന ബ്ലാക്കും റെഡും കൂടിയുള്ള ഇതിൻ്റെ ഗ്രാഫിക്സ് ഡിസൈൻസ് അതൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ എക്സ്റ്റീരിയറിൽ വന്നിരിക്കുന്ന ബ്ലാക്ക് എലമെൻസും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. മുന്നേ കണ്ട മോഡലിൽ നമുക്ക് ടൈഗോണിലുണ്ടായ മോഡലിൽ ക്രോമിയത്തിൻ്റെ എലമെൻസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു കൂടുതൽ കൊടുത്തിട്ടായിരുന്നു. അത് നോക്കുമ്പോൾ ഇതിലേക്ക് വരുമ്പോൾ ഇതിൽ സീലിംഗ് വരെ ബ്ലാക്ക് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ട് നല്ല സ്പോർട്ടി ലുക്ക് തോന്നിക്കുന്ന തരത്തിലാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ ഫിനിക്സ് ഫോക്സ്വാഗനിലെ അവിടുത്തെ ASMൻ്റെ രഞ്ജിത്ത് ചേട്ടൻ്റെ നമ്പർ ഞാൻ സ്ക്രീനിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് വിളിക്കുക. ആളെ നമ്പർ സ്ക്രീനിൽ കൊടുക്കാം. പിന്നെ നിങ്ങൾ എന്തുകൊണ്ടും ഈ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ ഈ വണ്ടി ബുക്ക് ചെയ്യാതെ പോവില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എനിക്ക് വണ്ടി കണ്ടപ്പോൾ തന്നെ ഒന്ന് എടുത്താലോ എന്ന് ഞാനൊന്ന് വിചാരിച്ചു. പക്ഷേ എന്തായാലും സമയമായിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഇതുപോലത്തെ വണ്ടിയൊക്കെ എടുക്കാം, എൻ്റെ ആഗ്രഹമൊക്കെ സാക്ഷാത്കരിക്കാം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കാര്യം മാത്രം. നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തി ഓൾ എന്നതിൽ അടിക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു വണ്ടിയുടെ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഒരു ചെറിയ ബ്രേക്ക്.